നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ LDC പരീക്ഷയുടെ മൂന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ന് നടന്നിട്ടുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൊഫഷണൽ ആൻസർ കീയാണ്, കേരള PSCയുടെ ആൻസർ കീ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം അല്ലെങ്കിൽ വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ലൈവ് കാണുന്ന ആരെങ്കിലും ഒക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ പരീക്ഷയുടെ മാർക്ക് എത്ര കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക കേട്ടോ. അത് എത്ര മാർക്കാണെന്ന് വെച്ചാൽ അത് കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. അത് എല്ലാവരും ചെയ്യണം. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, അപ്പോൾ നമ്മുടെ മാർക്കും അതുപോലെ തന്നെ നമ്മുടെ കൂടെ പരീക്ഷ എഴുതിയുടെ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാനും ഏകദേശം ഒരു കട്ട് ഓഫിന്റെ റേഞ്ച് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാം, ഈ കമന്റ് ബോക്സ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം ആരാണ് സ്ഥാപിച്ചത്, സഹോദരൻ അയ്യപ്പനാണ് അല്ലെ, അയ്യപ്പനാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം, രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്, ശരിയാണ്. നിയമലംഘന പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇത് രണ്ടും ശരിയാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ. രണ്ടും ശരിയാണെന്ന് പറയുന്ന ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് നമ്മുടെ മൂന്നാമത്തെ. സ്ത്രീ സർവകലാശാല എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ സ്ത്രീ സർവകലാശാല, മഹാരാഷ്ട്രയിലാണ്. സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം എന്താണ്, ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യവും മേരിയും അധികാരത്തിൽ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പറയുന്നതിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ് അല്ലെ. ഓപ്ഷൻ എ ഇസ് കറക്റ്റ് ആൻസർ, ഗ്ലോറിയസ് റെവല്യൂഷൻ. താഴെ പറയുന്നവരിൽ ഐക്യരാഷ്ട്രസഭ ലക്ഷ്യമല്ലാത്തത് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ് നമ്മുടെ ആറാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ല. അപ്പൊ ഓപ്ഷൻ ഡി എഴുതിയവർക്ക് അതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നു. പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായിട്ടുള്ള ഭൂമിയുടെ പാളി ഏതെന്നാണ് നമ്മുടെ ഏഴാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി മാന്റിൽ ഈസ് കറക്റ്റ് ആൻസർ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്നാണ് നമ്മുടെ എട്ടാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എന്താണ്? കറുത്ത മണ്ണാണ് അല്ലെ. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ്. അടുത്ത ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായിട്ടുള്ള രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയുമായിട്ടാണ് ശരിയായിട്ട് നമുക്ക് വിവരിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ അവസാനത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഏറ്റവും വലിയ അഗ്നിപ്രവശ്യയാണ് ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്ന. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്നാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. സ്ട്രാറ്റോസ്ഫിയർ ആണ് അല്ലെ, സ്ട്രാറ്റോസ്ഫിയർ ആണ്. കേരളത്തിലെ പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായിട്ടുള്ള ധാതു ഏതെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ഇൽമനേറ്റ് ഈസ് കറക്റ്റ് ആൻസർ. സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെയോ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയതോ ആയിട്ടുള്ള ആദ്യത്തെ സംസ്ഥാനം എന്ന പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ കർണാടകയാണ്, കർണാടക. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം നമുക്കറിയാം 1951 നിതി ആയോഗ് സ്ഥാപിതമായ വർഷം നമുക്കറിയാം 2015. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമെന്നാണ് 15ാമത്തെ ചോദ്യം. സാമ്പത്തിക വളർച്ച, സാമൂഹിക സമത്വവും സ്വയം പര്യാപ്തതയും, ആധുനികവൽക്കരണം. അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞു പറ്റുള്ളവ എല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ GDP കണക്കാക്കുന്നത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ CSO ആണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സാക്ഷരതയുടെയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്തെന്നാണ് 17ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ഡിജിറ്റൽ ഇന്ത്യ ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെ എന്നാണ് 18ാമത്തെ ചോദ്യം. നമുക്കറിയാം ഡോക്ടർ MS സ്വാമിനാഥൻ. നിതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അതറിയാം, സുമൻ ബെറിയാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയുമാണ് കേട്ടോ. സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തു. അഖണ്ഡത എന്ന പദം കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ഓപ്ഷൻ ബി 20ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം. ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രമാണ് ശരി ഉത്തരം. താഴെ പറയുന്നവയിൽ വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്നത് ആര് എന്നാണ് നമ്മുടെ 21ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ അക്കമ്മ ചെറിയാൻ അംഗമായിരുന്നില്ല. രാജ്കുമാരി അമൃത് കൗർ, അമ്മുക്കുട്ടി സ്വാമിനാഥൻ, രേണുകാ റോയ് എന്നിവരെന്താണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരുന്നു. അംഗമല്ലാത്തത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. 21 ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം
ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടതാണ്? ഫെഡറലിസം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. കാനഡയാണ്. ഇന്ത്യയില് നമ്മുടെ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി ഉണ്ടോ? വൈസ് പ്രസിഡന്റ് അല്ല, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് 23ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ലോക്സഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു, രാജ്യസഭയിലെ മുഴുവൻ എം പിമാർക്കും വോട്ടവകാശം ലഭിക്കുന്നു. അപ്പൊ ഈ പറയുന്ന 2ഉം 3ഉമാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അടുത്തത്, കേന്ദ്ര സംസ്ഥാന അധികാരത്തെ വിഭജനത്തെ കുറിച്ച് പറയുന്നവയിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ വരാത്ത ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്നവയിൽ നമ്മുടെ വനമാണ് കേട്ടോ. ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന കൃഷിയും വ്യാപാരവും വാണിജ്യം അതുപോലെ തന്നെ പൊതുജന ആരോഗ്യം ഇതെല്ലാം സംസ്ഥാന ലിസ്റ്റിൽ പെടുന്നതാണ്. ഉൾപ്പെടാത്ത ചോദിച്ചാൽ വനമാണ്. അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് എത്ര വർഷത്തേക്കാണ് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് 25ാമത്തെ ചോദ്യം. നമുക്കറിയാം 4 വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് 4 വർഷത്തേക്കാണ് അല്ലെ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? നമുക്കറിയാം പോർച്ചുഗീസുകാരനാണ് നമ്മുടെ അന്റോണിയോ ഗുട്ടറസ്. കേരള സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. നമ്മുടെ 27ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്താണെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ 27ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രം, അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നത് മാത്രമാണ് ഈ പറയുന്നവയിലെ ശരിയായിട്ടുള്ളത് കേട്ടോ. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി എന്ന് വെച്ചാൽ ഒന്ന് മാത്രം എന്ന് പറയുന്നതാണ് ഇതിന്റെ ശരി ഉത്തരം. കാലഗണനാ ക്രമത്തിൽ എഴുതുക. ഇതിനകത്ത് കൊച്ചി കുടിയൻ കൂട്ടായ്മ, മലബാർ കൂട്ടായ്മ, പണ്ടാരപ്പാട്ട വിളംബരം, കേരള സ്റ്റേറ്റ് ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് അല്ലെ. അപ്പോ ഇതിലെ നമുക്ക് നോക്കാം. 28 ഓപ്ഷൻ എ ആണ് ഇതിന്റെ ശരി ഉത്തരം വരുന്നത്. എന്ന് പറയുമ്പോൾ ആദ്യം വരേണ്ടത് പണ്ടാരപ്പാട്ട വിളംബരം, രണ്ടാമത് കൊച്ചിൻ കുടിയായ്മ നിയമം, മൂന്നാമത് വരേണ്ടത് മലബാർ കുടിയായ്മ നിയമം, ഏറ്റവും അവസാനം വരേണ്ടത് കേരള സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിംഗ് ആക്ട് അല്ലെ. അടുത്ത ചോദ്യം 29ാമത്തെ ചോദ്യമാണ്. 2007 മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ക്ഷേമവും അതുപോലെ തന്നെ നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും എന്ത് ചെയ്യുക? കണ്ടെത്തി തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് നമ്മളോട്. ചേരുമ്പടി ചേർക്കുക എന്നുള്ളതാണ് സംഭവം. അത് തന്നെയാണ്. അപ്പൊ 29ന് ഉത്തരം വരുന്നത് എങ്ങനെയാണ് നോക്കാം. ഒന്നാമത്തത് അല്ലെങ്കിൽ വകുപ്പ് 2G എന്ന് പറയുന്നത് ജെ എന്ന് പറയുന്നത് എന്താണ് അറിയാമോ? ഇത് രണ്ടാമതാണ് വരേണ്ടത് കേട്ടോ. മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സ് തികഞ്ഞതോ അതിന് മുകളിൽ പ്രായമുള്ളതോ ആയിട്ടുള്ള ഇന്ത്യൻ പൗരൻ. അതുപോലെ വകുപ്പ് 19 എന്ന് പറഞ്ഞാൽ എന്താണ്? വകുപ്പ് 19 വാർദ്ധക്യകാല ഗൃഹങ്ങൾ സ്ഥാപിക്കൽ എന്ന് പറയുന്നതാണ്. വകുപ്പ് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെ രൂപീകരണം. വകുപ്പ് 21 എന്ന് പറഞ്ഞാൽ അത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായിട്ടുള്ള പ്രചരണം, ബോധവൽക്കരണം മുതലായവയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ. ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ കേട്ടോ. അപ്പൊ 29 ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 30ാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് 30ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഒന്നാമത്തെ മാത്രമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത്. ബാക്കിയുള്ള എല്ലാം ശരിയാണ് കേട്ടോ. അപ്പൊ 30ാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി എഴുതിയവർക്കാണ് ഇതിന്റെ ശരി ഉത്തരം കിട്ടുക. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം അടുത്ത ചോദ്യം 31. കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ത് എന്നാണ് നമ്മുടെ 31ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഓപ്ഷൻ ഡി കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോളിംഗ് ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ആസാദി കാ അമൃത് മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച സമ്പാദ്യ പദ്ധതിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. 2024 കേരള ബജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളത് ആണ് എന്നാണ് നമ്മുടെ 33ാമത്തെ ചോദ്യം. ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. പട്ടികവർഗ വിഭാഗങ്ങളുടെയാണ്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതെന്നാണ് 34ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് മെലാറ്റോണിൻ. ഇന്ത്യയിലെ 3 എക്കോളജി ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഇന്ത്യയിലെ 3 എക്കോളജി ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈ പറയുന്നവയിൽ ഓപ്ഷൻ ഡി ആണ് ഇൻഡോ ബർമ, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവകം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏതാണ്? ഏതെന്നാണ് 36ാമത്തെ ചോദ്യം. ഈ പറയുന്നവയിൽ ഓപ്ഷൻ എ ആണ് പാല്, മുട്ട എന്നിവയിൽ കാണപ്പെടുന്നു എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇതിൽ തെറ്റായിട്ട് വരുന്നത് ജീവകം സിയിൽ. ബാക്കിയുള്ള ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ശരിയാണ്. യുവത്വം നിലനിർത്തുന്നത് ശരിയാണ്. രോഗപ്രതിരോധ ശേഷി അതുപോലെ മോണയുടെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നവയൊക്കെ ശരിയാണ്. വർണ്ണാന്ധതയുള്ളവരെ
എന്ത് ചെയ്യുക, സൈന്യത്തിലോ അല്ലെങ്കിൽ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണെന്ന് അറിയാമോ? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കില്ല. ഏറ്റവും അത്യാവശ്യം വേണ്ട കളർ ഇതൊക്കെയാണ് അല്ലെ. ഇത് രണ്ടും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതെന്നാണ് 38ാമത്തെ ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ അല്ലെങ്കിൽ അതിനെ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം എന്താണ് വരുന്നത്? 38 ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമുക്കറിയാം EEG ആണ് കേട്ടോ. EEG ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, താഴെ പറയുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് 39. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രസ്താവനകളും എയും ബിയും സിയും ഒക്കെ എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം, കോവിഷീൽഡ് എന്ന കോവിഡ്-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏതെന്നാണ് 40ാമത്തെ ചോദ്യം. ഏതാണ്? ആസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. 40ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കാനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത് എന്നാണ് നമ്മുടെ 41ാമത്തെ ചോദ്യം. 41ന് ഉത്തരം അറിയാമോ? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ആണ് എന്താണ്? പോളോ പോണി എന്ന് പറയുന്ന ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ്? സിമ്പിൾ ആണ്, നമുക്കറിയാം, അത് സ്ഥിതികോർജ്ജമാണ്. അടുത്ത ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാരം 40 ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കൽ ലെങ്ത് എത്രയെന്നാണ് നമ്മുടെ 43ാമത്തെ ചോദ്യം. എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്, പകുതിയാണ്. ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണെന്നാണ് 44. ഉത്തരം എന്താണ്? പാസ്കൽ നിയമമാണ്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ എന്നറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പ്രഗ്യാൻ എന്നാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ എന്താണ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അതിനുശേഷം വരുന്നത് എന്താണ്? പ്ലാസ്മയാണ് അല്ലെ. 44 പ്ലാസ്മയല്ല, അഞ്ചാമത്തെ അവസ്ഥ എന്താണ്? ബോസൈൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് ആണ് അല്ലെ. ബോസൈൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബോസൈൻസ്റ്റീൻ കണ്ടൻസ്റ്റേറ്റ് ആണ്. അടുത്ത എന്താണ്? ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതാണ്? ഗൺ മെറ്റലിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതാണ്? ഏതൊക്കെയാണ്? കോപ്പർ, ടിൻ, സിങ്ക്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH മൂല്യം എത്രയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉത്തരം വരുന്നത് എത്രയാണ്? ഓപ്ഷൻ എ 5 ആണ്. അതുപോലെ തന്നെ ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ ടേബിൾ സോൾട്ട് ആണ്. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. 9ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ഇലക്ട്രിക് കാറുകളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ലിഥിയം ആണ്. ലിഥിയം ആണ്. ചേരുംപടി ചേർക്കുക. അടുത്ത് കണ്ടല്ലോ, ഇതൊക്കെയാണ് ചോദ്യം. കാരണം ഇങ്ങനത്തെ ചോദ്യമൊക്കെ നമുക്ക് കണ്ടുവരുന്നത് റയർ ആണ് അല്ലെ. 82. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. 52ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം ഏത് രീതിയിലാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഒന്നാമത്തേത് കണ്ടല്ലോ, ഒന്നാമത്തെ ഓപ്ഷൻ എ. ഇതിൽ ഓപ്ഷൻ എ കണക്ട് ചെയ്യാൻ പറ്റുന്നത് മോഹനകൃഷ്ണൻ കാലടിയുമായിട്ടാണ്. ഓപ്ഷൻ ബി കണ്ടല്ലോ, ഓപ്ഷൻ ബി കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അനിത തമ്പിയുമായിട്ടാണ്. സി ഉണ്ടല്ലോ, സി കണക്ട് ചെയ്യാൻ പറ്റുന്നത് പി രാമനുമായിട്ടാണ്. അതുപോലെ തന്നെ 4ാമത്തത് അസീം താന്നിമൂട്. കണ്ടല്ലോ, ഇതിൽ ഓപ്ഷൻ എ എഴുതുന്നവർക്ക് ശരി ഉത്തരം കേട്ടോ. ഓപ്ഷൻ എ ആണ് 52ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 53ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇരയിമ്മൻ തമ്പികളുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇരയിമ്മൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് നമ്മുടെ 53ാമത്തെ ചോദ്യം അല്ലെ. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്ന് പറയുമ്പോൾ തോരണ യുദ്ധം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉൾപ്പെടാത്തത്. ബാക്കിയുള്ള ഉത്തരാസ്വയംവരം, ദക്ഷയോഗം, കീചകവധം ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ 53 ഓപ്ഷൻ ഡി ആണ് അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. 54 നോക്കാം, ചേരുംപടി ചേർക്കുക എന്നാണ്. കണ്ടല്ലോ, അപ്പൊ ഇതിന് നമുക്ക് ചേരുംപടി ചേർക്കുമ്പോഴത്തേക്ക് ഓരോ ക്യാരക്ടേഴ്സും അതിന്റെ കൃതികളുമാണ് ഇതിനകത്ത് വരുന്നത്. 54 ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ സി. ഇതില് ഒന്നാമത്തേത് കണ്ടല്ലോ, ഇറാനി മോസ് എന്ന് പറയുന്ന ഏത് കൃതിയുടേതാണ്? കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ആ ഒരു കൃതിയാണ്. 4 വരേണ്ടത്. അതുപോലെ തന്നെ പീലിപ്പോസ് ഏതിലാണ്? പീലിപ്പോസ് അത് 3 ആണ്. അടി എന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ ഉണ്ണിച്ചക്കൻ ഏതിന്റെയാണ്? ഉണ്ണിച്ചക്കൻ അടിയാളപ്രേതം. അതുപോലെ തന്നെ വാവച്ചൻ ഏതാണെന്ന് അറിയുമ്പോൾ വാവച്ചൻ മീശ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ സി ആണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇതിൽ മലയാളം കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. മുസരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുന്നത്. മുസരീസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ് നമ്മുടെ 55ാമത്തെ ചോദ്യം. ഇതിൽ ഓപ്ഷൻ
ഡി ആണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എന്താണ്? സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചിയാണ് അല്ലെ. അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ് ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പുരസ്കാരം അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മുടെ 56ാമത്തത്. ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ് കേട്ടോ. ഇതിനകത്ത് പറയുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം 57. കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതിയുമായി ബന്ധിപ്പിച്ച ശരിയായ പ്രസ്താവന നിർമ്മിക്കുക. ജീവാനന്ദം പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്താണ്? ഈ പറയുന്നവയിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണെന്ത്? ജീവാനന്ദം കേട്ടോ, ജീവാനന്ദം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ നമ്മുടെ 58ാമത്തെ ചോദ്യമാണ് ആരോഗ്യ കിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. അറിയാമോ? 58. ഓപ്ഷൻ ബി എഴുതിയവർക്ക് ശരി ഉത്തരം 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് ആരോഗ്യ കിരണം. ഓക്കെ, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏതാണെന്ന് അറിയാമോ? ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ആണ് കേട്ടോ. അതുപോലെ തന്നെ സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? മായ OS എന്നാണ് കേട്ടോ, മായ OS എന്നാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ക്ലൗഡ് അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഏതെല്ലാം എന്നാണ് നമ്മുടെ 61ാമത്തെ ചോദ്യം. എന്താണ്? ഈ പറഞ്ഞിട്ടുള്ളവ നമ്മുടെ ഇമെയില്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ് എല്ലാം എന്ത് തന്നെയാണ്? ക്ലൗഡ് അടിസ്ഥാനമുള്ള ആക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇതിൽ ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന്റെ ഉദാഹരണം എത്രയെന്നാണ്? 62. ഓപ്ഷൻ എ ബ്ലൂറേ ഡിസ്ക് ആണ് ഉത്തരം. അതുപോലെ തന്നെ ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് നമ്മുടെ 63ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ഇമെയിൽ വഴിയാണ് വൈറസ് വ്യാപനം നടക്കുന്നില്ല എന്ന് പറയുന്നതാണ് ഇതിൽ ശരിയല്ലാത്ത വരുന്നത്. ബാക്കിയുള്ള എല്ലാം ശരി തന്നെയാണ്. അടുത്ത് വരുന്ന പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണെന്നാണ് 64ാമത്തെ ചോദ്യം. നമുക്കറിയാം ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. 2012 പോക്സോ വരുന്നത്. 65 ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതൊക്കെയാണ്? 65ാമത്തെ ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനെതിരായ ഒരാൾക്ക് ഏത് തരത്തിലുള്ള ആശ്വാസം തേടാനാകുമെന്നാണ് 66ാമത്തെ ചോദ്യം. എന്താണ്? നമുക്ക് വേണമെങ്കിൽ സംരക്ഷണ ഉത്തരവുകൾ വഴിയോ താമസ ഉത്തരവുകൾ വഴിയോ പണ ആശ്വാസം വഴിയോ നേടാൻ കഴിയും. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. മുകളിൽ പറഞ്ഞിട്ടുള്ളവ എല്ലാവരും. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിച്ചാലുള്ള പരമാവധി ശിക്ഷ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരുന്നത്. 1 വർഷം വരെയുള്ളത് ഒരു 20,000 രൂപ പിഴയായിട്ടുള്ള 20,000 രൂപ വരെ പിഴയോ കൊടുക്കാം, അല്ലെങ്കിൽ ഇവ രണ്ടും കൂടെ കൊടുക്കാം. NHRC അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ് നമ്മുടെ 68ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 6 പേരാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നത് ഈ പറയുന്ന ഏത് സിറ്റുവേഷനിൽ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും മുൻവിധി കണക്കാക്കുക. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിലോ ഏതെങ്കിലും വ്യക്തിയുടെയോ ജീവന്റെയോ ശാരീരിക സുരക്ഷയുടെ അപകടത്തിലാക്കുന്ന കാര്യങ്ങളാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാം? വിവരങ്ങൾ നമുക്ക് നിഷേധിക്കാം. ഓപ്ഷൻ ഡി ഇസ് കറക്റ്റ് ആൻസർ. മുകളിൽ പറഞ്ഞിട്ടുള്ളവ എല്ലാം വരും. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിൽ കേന്ദ്ര സർക്കാരിനാണ്. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത മാത്സ് ആണ്. ഉത്തരങ്ങൾ ഞാൻ പെട്ടെന്നൊന്നും പറഞ്ഞു പോവാം. 71ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 0 ആണ്. 72ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 137 ആണ്. 73ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ 9 ആണ്. 74ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി 125 ആണ്. അടുത്ത 75 അല്ലേ. അടുത്ത 75ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ 3 ആണ്. 76ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ് 10 ആണ്. 77ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ഞായർ. 78ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അതുപോലെ തന്നെ അടുത്ത 79 നോക്കാം. 79ന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ എ ആണ്. 80ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. ഇവ ഒന്നും അല്ല. ഓക്കെ, ഇനി നമുക്കുള്ളത് ഇംഗ്ലീഷിന്റെ ഉത്തരങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? ഇംഗ്ലീഷിന്റെ ഉത്തരങ്ങൾ നോക്കിപ്പോവാം. ഇതിൽ ഈ അണ്ടർലൈൻഡ് വേർഡ് ഹുറ എന്ന് പറയുന്ന സാധനം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് വേർഡ് ഫോം ഏതാണ് എന്നാണ് നമ്മുടെ 81ാമത്തെ ചോദ്യം. ഇതിലെന്താണ്? ഇന്റർജങ്ഷൻ ആണ് വരേണ്ടത്. സിംഗുലർ ഫോം ഓഫ് ദ വേർഡ് ജീൻസിന്റെ സിംഗുലർ ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ജീൻസ് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ യുവർ മാർക്സ് ആർ ഗുഡ് ബട്ട് യു ക്യാൻ ഡു ഡാഷ്. ഇതിലെന്ത് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിച്ച് എഴുതാനാണ് 83 വരുന്നത്. ബെറ്റർ ആണ് വരേണ്ടത്. ബെറ്റർ ആണ്. ദ ടെസ്റ്റ് വാസ് ഡാഷ് യൂസ് അപ്രോപ്രിയേറ്റ് വെർബ് എന്നാണ് വരേണ്ടത്. 84 ടെസ്റ്റ് വാസ് പുട്ട് ഓഫ് ആണ് വരേണ്ടത്. പുട്ട് ഓഫ് ആണ്. ദ ഫയൽസ്
The files fell dash the shelf. ഓക്കെ, അപ്പൊ എന്താണ് വരേണ്ടത്? 85 ഓപ്ഷൻ സി ആണ്, ഓഫ് ആണ്. ഫയൽസ് ഫെൽ ഓഫ് ദ ഷെൽഫ് എന്നാണ് വരേണ്ടത്. അത് ഇഡിയം വൺസ് ഇൻ ദ ബ്ലൂ മൂൺ. ഇത് എപ്പോഴും കേൾക്കുന്നതാണ്. വൺസ് ഇൻ ദ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? റെയർലി എന്നാണ് അല്ലെ, റെയർലി എന്നാണ്. ആന്റണിം ഓഫ് ദ വേർഡ് റെഗുലർ. റെഗുലർ എന്ന് പറയുന്ന വേർഡിന്റെ ആന്റണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എന്താണെന്നാണ് നമ്മുടെ 87 ചോദ്യം. എന്താണ്? ഇറഗുലർ എന്നാണ്. അടുത്ത് വി ഡു അവർ വർക്ക്. ഇതിന് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിച്ച് എഴുതാനാണ്. നമുക്കറിയാം എന്താണ്? ഡോണ്ട് വി എന്നാണ് കേട്ടോ. ഇത് പോസിറ്റീവ് സെന്റൻസ് follows നെഗറ്റീവ് ടാഗ് ഡോണ്ട് ബി ആണ് വരേണ്ടത്. അടുത്ത എക്സ്പാൻഷൻ ഓഫ് ഇടിസി. ഇടിസി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എന്താണ് സംഭവം? എറ്റ്സെറ്ററ എന്നാണ് കേട്ടോ. എറ്റ്സെറ്ററ. ഇത് അറിയാത്തവർ ഇപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. എറ്റ്സെറ്ററ എന്നാണ്. there is a long dash in front of the theater. എന്താണ്? ക്യൂ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പൊ ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ്? QUEUE ആണ് കേട്ടോ. QUEUE ആണ് ക്യൂ എന്നാണ്. ഓക്കെ, അറിയാലോ. അടുത്ത മലയാളത്തിന്റെയാണ്. ശരിയായ പദം കണ്ടെത്തുക. മലയാളത്തിന്റെയാണ്. ഇത് പറയുന്നതിൽ ശരിയായിട്ടുള്ള പദം ഏതാണെന്ന് അറിയാമോ? 91. അക്ഷൗഹിണി എന്ന് ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. നാഴികയുടെ 60 പങ്കിന് നമ്മൾ പറയുന്ന പേരെന്താണ്? അറിയാമോ? 92ാമത്തത് ഓപ്ഷൻ സി ആണ്, വിനാഴിക എന്നാണ് കേട്ടോ. പിരിച്ചെഴുതുക. പറഞ്ഞേ, പരമോച്ച നില. അതിന് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ഓപ്ഷൻ സി ആണ്, പരമ അധികം ഉച്ച അധികം നില എന്നാണ് കേട്ടോ. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. എന്താണ്? പ്രമാദം. പ്രമാദം. ഓക്കെ, ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ. 94. ഇതിൽ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ്? വർദ്ധിച്ച ഭയം, അതുപോലെ ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ, ഇതൊക്കെയാണ് പ്രമാദം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ഇത് മലയാളത്തിൽ നമുക്കൊരു വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണാൻ കഴിയുന്നത്. വിപരീത പദം ഏതാണ്? അധ്യാത്മികം. അധ്യാത്മികത്തിന്റെ വിപരീതമാണ് ചോദിച്ചിട്ടുള്ളത്. ഭൗതികമാണ്. ഭൗതികം. നേരെ വാ നേരെ പോ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സത്യസന്ധമായി പെരുമാറുക എന്നാണ്. ചേർത്ത് എഴുതുക. മലർ പ്ലസ് കളം പ്ലസ് എഴുതി പ്ലസ് കാത്ത പ്ലസ് ഒരു പ്ലസ് അച്ഛൻ. അല്ലെ, വളരെ വ്യത്യസ്തമായ, നമ്മുടെ ഫിറോസിക്ക പറയും പോലെ വളരെ വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണാൻ കഴിയുന്നത്. 97 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? മലർക്കളം എഴുതിക്കാത്തൊരച്ഛൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വരുന്നത്. 98 എന്താണ്? വൈരി. സ്ത്രീലിംഗം കണ്ടെത്തി എഴുതുക. വൈരി എന്ന് പറയുന്നതിന്റെ സ്ത്രീലിംഗം എന്താണ്? വൈരിണി എന്നാണ് കേട്ടോ. വൈരിണി. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ എഴുതുന്നത് 99. എന്താണ്? എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. അതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. അപ്പൊ 100ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് കൂടി കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. 100ാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നതാണ്. ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അവർ കണ്ണീരിൽ കലാത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് അയച്ചിടുക. ടെലഗ്രാം ചാനലിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ ഉണ്ടാവും. ടെലഗ്രാം ചാനൽ കിട്ടാത്തവർ എന്ത് ചെയ്യുക? ടെലഗ്രാം എടുത്ത ശേഷം അതില് എന്ത് ചെയ്യുക? KFPSC എന്ന് സെർച്ച് ചെയ്യുക. KFPSC എന്ന് വെച്ചാൽ നോളജ് ഫാക്ടറി PSCയുടെ ഷോർട്ട് ഫോം ആണ് KFPSC. അപ്പൊ KFPSC എന്ന് സെർച്ച് ചെയ്യുന്ന നേരത്തെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? ടെലഗ്രാം ചാനൽ കിട്ടും. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പറയുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ലഭ്യമാകും. അപ്പൊ എന്തായാലും നമ്മൾ ഇതുവരെ കുറച്ച് തിരക്കുകളിലായിരുന്നു, അതുകൊണ്ടാണ് ക്ലാസ്സുകൾ കിട്ടാത്തത്. സെപ്റ്റംബർ 2ാം തീയതി മുതൽ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച മുതൽ നിങ്ങളുടെ ക്ലാസ്സിന് കിട്ടും. റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോ ക്ലാസ് ഒക്കെ ഉടനെ തന്നെ കാണാൻ പറ്റും. എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.